ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. നമുക്ക് ഇന്ന് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലിരുന്ന് ഭഗവാന്റെ നവവിധ ഭക്തിയെക്കുറിച്ച് അനുസ്മരിക്കാം. അതായത് ഭാഗവതത്തിൽ ഭക്തപ്രഹ്ലാദൻ വർണ്ണിക്കുന്നതാണ് ഈ ഒരു നവവിധ ഭക്തി മാർഗം. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ആ നവവിധ ഭക്തിയിലെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് ശ്രവണമാണ്. ഭഗവാനെക്കുറിച്ച് ധാരാളം കേൾക്കുക. ഭഗവാനെക്കുറിച്ച് എത്രയും കേട്ട് മതിവരാത്ത ഒരുപാട് ലീലകൾ നമുക്കുണ്ടല്ലേ ഭഗവാനെക്കുറിച്ച് അനുസ്മരിക്കാനായിട്ട്. അപ്പോൾ ആ ലീലകൾ ഭക്തന്മാരിലൂടെ കേൾക്കുക. അതിന് പരമോദാഹരണമായിട്ട് പറയണത് ശ്രീശുക മഹർഷി പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കുന്ന ഒരു രംഗമാണ് പറയുക. അപ്പോൾ ആ പരീക്ഷത്തിനെ പോലെ ശ്രവിക്കാനാകണം നമുക്ക്.